പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണിക്ക് തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരുൺ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ വീട് ജപ്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് വരുൺ. ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയുമായി. ഇത് കാണുന്ന വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോവുകയും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ച് നോക്കി നിൽക്കുകയും ചെയ്യുന്നു. ധനലക്ഷ്മി ഇത് കണ്ടതിനെ തുടർന്ന് വീട് രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തേ മതിയാകൂ എന്നും അതിന് വേണ്ടിയുള്ള പൈസ കണ്ടെത്തുകയാണ് ഇപ്പോൾ ആവശ്യമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. ഉടൻ തന്നെ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്ത് മതിയാകൂ എന്ന് വ്യക്തമാക്കുകയാണ് ധനലക്ഷ്മി. ഇതോടെ ഇനിയിപ്പോൾ ഇത്രയും പൈസ എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിക്കുകയാണ് മനോജ്. കടം ചോദിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വഴികളും ഇപ്പോൾ അടഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ സമയത്ത് സഹായിക്കുന്നതിന് വേണ്ടി ആരാണ് ഉള്ളത്? ഈ ചോദ്യം ചോദിച്ചതിനെ തുടർന്നാണ് വരുൺ നമ്മളെ സഹായിക്കും, അവനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കൺമണിക്ക് സാധിക്കും. കൺമണി അവനെ ചെന്ന് കണ്ട് ഒരു സഹായം ചോദിച്ചാൽ അവൻ കണ്ണുമടച്ച് നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കൺമണിയാണ് ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങേണ്ടത്. കൺമണിയുടെ ഓരോ വാക്കും നമ്മുടെ വീട് തിരികെ പിടിക്കുന്നതിന് സഹായിക്കും. ഇത് കേൾക്കുന്ന മനോജ് അത് ശരിയാവുകയില്ല, എങ്ങനെയാണ് കൺമണി പോയി ചോദിക്കുക? അത് ഒരിക്കലും നടക്കാത്ത കാര്യം തന്നെ. എന്തായാലും കൺമണിയെ അവൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ഈ ഒരു ആവശ്യം കൂടി പറയുകയാണ് എങ്കിൽ അവൻ സഹായിക്കാതിരിക്കുകയില്ല, അത് ഉറപ്പ് തന്നെയാണ്. ഇതിന് പകരമായി നമ്മൾ വിവാഹത്തിന്റെ ചടങ്ങ് നടത്തി കൊടുക്കുക, അതുമാത്രം ചെയ്താൽ മതി. പിന്നെ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കൺമണിയോട് മനോജ് തന്നെ പറയണം. മനോജ് പറഞ്ഞാൽ മാത്രമാണ് ഈ അവസ്ഥയിൽ അവൾ അനുസരിക്കുകയുള്ളൂ. മനോജ് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. ഇത് കേട്ടതിനെ തുടർന്ന് മനോജ് ആകെ പകച്ചു പോയിരിക്കുകയാണ്. എങ്ങനെയാണ് തൻ്റെ സഹോദരിയോട് ഈ ഒരു കാര്യം പറയുക? ഈ ഒരു കാര്യം പറയുന്നതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത് മുതലായ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഇതേ സമയം കാര്യങ്ങൾ അറിയുന്ന കൺമണിയാകട്ടെ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിൽക്കുമ്പോഴാണ് മനോജ് കൺമണിയെ ചെന്ന് കാണുന്നത്. കൺമണി, ഞാൻ നിന്നെ ഈ കാര്യത്തിൽ നിർബന്ധിക്കുകയില്ല എന്നതാണ് സത്യം. നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഞാനത് എതിർക്കാൻ തയ്യാറല്ല. കാരണം ഇത് നിന്റെ ജീവിതമാണ്. വീട്, മറ്റു കാര്യങ്ങൾ എല്ലാം രണ്ടാമത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിനക്ക് പറ്റില്ല എങ്കിൽ പറ്റില്ല എന്ന് തുറന്നു പറയാം. അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ചേട്ടന് പറയാനുള്ളത്. നീ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം ആരും ഇവിടെ ചോദ്യം ചെയ്യുകയില്ല. ആരും നിന്നെ പ്രഷർ ചെയ്യാനും ഇല്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായി നിനക്കൊരു തീരുമാനമെടുക്കാം. വീട് നിനക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല എങ്കിൽ ചേട്ടൻ മറ്റെന്തെങ്കിലും വഴി കണ്ടോളാം. മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിച്ചാലും പ്രശ്നമില്ല. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തൻ്റെ അച്ഛനെയും കൊണ്ട് ഇനി എങ്ങോട്ട് ഇറങ്ങും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ധനലക്ഷ്മിയും ഇതേ കാര്യം തന്നെ കൺമണിയെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഇതോടെ കൺമണി ആകെ പെട്ടുപോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് കൺമണി പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം കൺമണിയുടെ മുന്നിലും ബാക്കിയാകുന്നു. ഇതേ സമയം വരുണാകട്ടെ കൺമണിയുടെയും മനോജിൻ്റെയും വരവ് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് കൺമണിയുടെ ഈ അവസ്ഥ അറിയാൻ കൃഷ് ഇടയാകുന്നത്. ഇതോടെ കൺമണിയെ ചെന്ന് കാണുകയാണ് കൃഷ്. കൺമണി,
നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല. സഹായത്തിനായി ഞങ്ങളൊക്കെ ഇവിടെയില്ലേ. പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിരിക്കൂ കൺമണി. എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഞങ്ങളുണ്ട് സഹായത്തിന്. ഇതേ തുടർന്നാണ് കൃഷ് വീട് രക്ഷിക്കുന്നതിനായി എത്തുന്നത്. ഇത് വരുണിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.